ഇതിപ്പോൾ ഒരു വെട്ട് കേക്ക് എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കണത്, എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണ ഒരു കേക്ക് ഉണ്ടാക്കണതാണ് കേട്ടോ കാണിക്കണേ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ പ്രത്യേകിച്ച് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മൈദമാവാണ് എടുക്കണേ. ഇപ്പോൾ ഒരു 250 ഗ്രാം മൈദമാവാണ് കണക്കെന്നുണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ കണക്ക് വെച്ചിട്ട് പറയാം. 250 ഗ്രാം മൈദമാവാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം പഞ്ചസാര വേണം, പിന്നെ ഒരു നുള്ളുപ്പ് വേണം, ഒരു 3 കോഴിമുട്ട വേണം, പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ വേണം, പിന്നെ ഒരു പിഞ്ച് ഒരു മഞ്ഞ കളർ ഇട്ടോളൂ, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എത്ര ഇട്ടാൽ മതി, വേറെ കളർ ആഡ് ചെയ്യണമെന്നൊന്നും ഇല്ല. കാരണം നമ്മുടെ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ, പക്ഷെ ആ കണ്ടോ, ഇത്ര ഇട്ടാൽ മതി. ഇതിപ്പോൾ ഒരു ബേക്കിംഗ് പൗഡറാണ് തന്നെ, ബേക്കിംഗ് സോഡയാണ് തന്നെ, അത്ര ഇട്ടാൽ മതി കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു പദം കിട്ടാനായിരിക്കും എന്ന് വിചാരിക്കണം. പിന്നെ എന്നിട്ട് കുഴച്ചിട്ട് നമ്മളൊന്ന് എടുത്ത് വെക്കണം, ഒരു അരമണിക്കൂർ എടുത്ത് വെക്കണം. ഇതിപ്പോൾ ഷുഗർ നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ. ഷുഗർ എത്ര വേണം എന്നുള്ളതാണ് ആഡ് ചെയ്യണത്. 200 ഗ്രാമാണ് ഷുഗർ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ വെച്ച് ടയർ ചെയ്തതിന് ശേഷം വേണം അതിലോട്ട് ഇടാനായിട്ട്. അപ്പോൾ അത് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ മെഷർമെൻറ്റ് എന്താ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം മധുരം കറക്റ്റായിട്ട് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഇല്ലാത്ത പോലെ നിൽക്കും. ഇതിപ്പോൾ 250 ഗ്രാമാണ്, അപ്പോൾ 125 ഗ്രാം, അപ്പോൾ 500 ആണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം, അങ്ങനെ കണക്കാക്കി ഇടുക കേട്ടോ. മുട്ട നമുക്കിതൊരു കുഴയ്ക്കാനായിട്ട് വേറെ നമ്മൾ വെള്ളം ആഡ് ചെയ്യണില്ല. ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ചാണ് മുട്ട ചേർക്കണമെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേട്ടോ. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ സാധാരണ പോലെ ഈ മുട്ട നമ്മൾ അടിച്ചെടുത്ത ബാറ്ററിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ കുഴച്ച് നമ്മൾ സാധാരണ നല്ല ഒരു ഡോ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, ചൂടോടുകൂടി കഴിക്കാൻ പറയുകയും വേണ്ട. ഇങ്ങനെ കടകളിലും ബേക്കറിയിലൊക്കെ നമ്മൾ ഇരിക്കണ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ടേസ്റ്റി ആണെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. കുറേ പേരപ്പോൾ ഇതിലിങ്ങനെ പരച്ചിങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും ഒഴിച്ചെന്നറിയോ, പൈനാപ്പിൾ എസൻസ് കേട്ടോ, അതുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാം. അതും വാനില എസൻസും കൂടി ഒരുമിച്ച് ഒഴിക്കാം. ഒരു 1/4 സ്പൂൺ ഇത് ഒഴിച്ചാൽ മതി. ഒരു സ്മെല്ല് മാറി നിൽക്കും, അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ ഏലക്ക പൊടി ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതാണ് ഇട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ രണ്ടിലേതെങ്കിലും ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ കൈമ ഒട്ടി പിടിക്കാണ്ട് ഫുള്ളായിട്ട് കിട്ടും. കുഴക്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ഓയിൽ തടവിയിട്ട് ഗ്ലിങ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കുഞ്ഞ് നല്ല പോലെ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് നല്ലോണം പരത്തുക. നല്ല കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. അത് മുറിക്കാനൊന്നും നിൽക്കേണ്ട, ഉണ്ടെന്ന് ആക്കേണ്ട. അത് പരത്തിയിട്ട് കട്ട് ചെയ്ത് ഏത് ഷേപ്പിലാണ് നിങ്ങൾ കട്ട് ചെയ്ത് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് എണ്ണയിൽ കോരി വീഴ്ത്തി വറുത്ത് കോരിയെടുക്കുക. അതാ കോരിനേക്കാളും മുൻപ് ചെറിയൊരു വെട്ടിടണം അതിൻ്റെ മുകളിലെ സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വെട്ടിട്ട് കഴിഞ്ഞാൽ അതാണ് ഈ വെട്ട് കേക്ക് എന്ന് പറയുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ സൈഡിലുള്ളിലൊക്കെ നല്ലോണം അതിൻ്റെ ചൂടൊക്കെ ചെന്നത് നന്നാവും എന്നാണ് പറയണത്. അപ്പോൾ എനിക്കങ്ങനെയാണ് ഞാൻ ചെയ്തപ്പോൾ നന്നായും തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണത്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അമ്മ ഇനിയും വേണമെന്നാണ് അത് ചോദിക്കേണ്ടായിരുന്നത്. അന്ന് ഉണ്ടാക്കിയാനായിട്ട് അപ്പോഴത്തേക്കും പിന്നെ സെയിം കരഞ്ഞു. പിന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ നിൽക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നണവരുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് ഈ 4 മണിക്കൊക്കെ വല്ല സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പലഹാരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നല്ലത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. സെയിൻമോൻ കിടക്കണതാണത്. അവനെ മാറ്റിട്ടിട്ട് അവനെ അവിടെ കിടത്തിയിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യണത്. കാരണം നമുക്ക് കരയാത്ത നേരത്ത് വേണമല്ലോ ചെയ്യാൻ. ഇപ്പോൾ അവൻ എന്നെ നോക്കി കിടക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെയുള്ള കാരണം അവന് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഈ കിച്ചണിൽ ചെയ്യാണ്ട് ഡൈനിങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്ന് ചെയ്യണത് കേട്ടോ. പിന്നത്തെ നേരം എന്താ അവനെ എടുത്ത് വന്ന് നിൽക്കുകയാണ്. അത് ഇങ്ങനെ ചെയ്യാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. കളിക്കുക, എൻ്റെ കൂടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ അടുത്തൊരു വീഡിയോ ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്യണ വീഡിയോ ഇല്ല കേട്ടോ. ഞാനത് കട്ടായി പോയി എൻ്റെ ഇന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ ഇരിക്കും. ഒന്ന് നീളത്തിൽ മുറിച്ചതും പിന്നെ ഒന്നൊരു ഉണ്ട പോലെ ആക്കിയിട്ട് ഇട്ടിട്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ട്രൈ ചെയ്യാൻ.